ലഡാക്കിലെ ജനങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വഞ്ചിച്ചുവെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ലഡാക്കിലെ പോലീസ് വെടിവെപ്പിൽ 4 പേര് മരിച്ച സംഭവത്തിൽ നിഷ്പക്ഷമായ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. ലഡാക്കിലെ വെടിവെപ്പിൽ കൊല്ലപ്പെട്ടവരിൽ ഒരാളുടെ പിതാവിന്റെ വീഡിയോ പങ്കുവച്ചാണ് രാഹുൽ ഗാന്ധി ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അച്ഛനും മകനും സൈനികർ, രാജ്യസ്നേഹം അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നു. എന്നിട്ടും BJP സർക്കാർ രാജ്യത്തിന്റെ ഈ ധീരനായ മകനെ വെടിവെച്ചു കൊന്നു. ലഡാക്കിനും അവന്റെ അവകാശങ്ങൾക്കും വേണ്ടിയാണ് അവൻ നിലകൊണ്ടത്. രാഷ്ട്രത്തെ സേവിച്ചതിനുള്ള പ്രതിഫലമാണോ എന്ന് ഈ അച്ഛന്റെ വേദന നിറഞ്ഞ കണ്ണുകൾ ചോദിക്കുന്നു. രാഹുൽ ഗാന്ധി ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സംഭവത്തിൽ ഒരു നിഷ്പക്ഷ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും കുറ്റവാളിക്ക് ഏറ്റവും കഠിനമായ ശിക്ഷ നൽകണമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. പ്രധാനമന്ത്രി മോദിജി, നിങ്ങൾ ലഡാക്കിലെ ജനങ്ങളെ വഞ്ചിച്ചു. അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് ശബ്ദമുയർത്തുന്നത്. അവരുമായി ആശയവിനിമയം നടത്തൂ. ഭയത്തിന്റെയും അക്രമത്തിന്റെയും രാഷ്ട്രീയം അവസാനിപ്പിക്കൂ. രാഹുൽ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിന് സംസ്ഥാന പദവിയും ഷെഡ്യൂൾ 6 ഉൾപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ട് സെപ്റ്റംബർ 24-നാണ് ലഡാക്കിൽ ഒരു വിഭാഗം ജനക്കൂട്ടം പ്രതിഷേധവുമായി തെരുവിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ലേ അപ്പെക്സ് ബോഡിയും കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസും ചേർന്നാണ് പ്രതിഷേധം നടത്തിയിരുന്നത്. പിന്നാലെ പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി. ഇതിൽ 4 പേര് മരിക്കുകയും 90-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ലഡാക്കിന് സംസ്ഥാന പദവി ആവശ്യപ്പെട്ട് പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുങ്ങും 15ഓളം പേരും നടത്തിയ നിരാഹാര സമരത്തിന് പിന്തുണ അറിയിച്ചതായിരുന്നു ഈ പ്രതിഷേധം. സോനം വാങ്ചുങ്ങാണ് സംഘർഷത്തിന് കാരണമെന്ന് കേന്ദ്ര സർക്കാർ ആരോപിച്ചിട്ടുണ്ടായിരുന്നു. പിന്നാലെ സെപ്റ്റംബർ 26-ന് പ്രകോപനപരമായ പ്രസംഗം നടത്തിയെന്ന് ആരോപിച്ച് സോനം വാങ്ചുങ്ങിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു.